ഹായ്, ഹലോ, നമസ്തേ. ഇന്ന് ഞാനൊരു എണ്ണ കാച്ചിയെടുക്കുന്ന ജോലിയിലാണ്. നമ്മൾ മലയാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ചൊരു കുളി നിർബന്ധമാണ്, അല്ലേ? നമ്മൾ ഏത് നാട്ടിൽ താമസിച്ചാലും ആ ഒരു ശീലം നമുക്കുണ്ടായിരിക്കും. ഇനി പച്ച വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് പച്ചമരുന്നുകളൊക്കെ ചേർത്ത് കാച്ചിയെടുത്ത എണ്ണയായിരിക്കും ഒട്ടുമുക്കാലും പേര് ഉപയോഗിക്കുന്നത്. ഞാനും സ്ഥിരമായിട്ട് കാച്ചിയ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതും ഞാൻ തന്നെ കാച്ചിയെടുക്കാറാണ് പതിവ്. എനിക്കൊരു പാർലറുണ്ട്. അവിടെ സ്ഥിരമായിട്ട് ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വരുന്നവരുണ്ട്. അവർക്ക് ഞാൻ ഈ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ എണ്ണ കാച്ചാനായിട്ട് എന്തൊക്കെ പച്ചമരുന്നുകളാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മൈലാഞ്ചിയുടെ ഇല, ബ്രഹ്മി, ചെമ്പരത്തിയുടെ ഇല, കുറച്ച് മൊട്ട്, കയ്യോന്നി, നെല്ലിക്ക, തുളസിയില, കറ്റാർവാഴ, കുറച്ചേറെ കരിയാപ്പില. ഇതൊക്കെ കുറച്ചൊക്കെ ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, മുക്കൂറ്റി, കുറച്ച് ഉലുവായും ജീരകവും ഞാൻ 2 മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. അതും പിന്നെ കുറച്ച് കരിഞ്ജീരകവും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ചൊന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. നെല്ലിക്ക കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതേപോലെ അലോവേരയും സൈഡിലത്തെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എല്ലാ പച്ചമരുന്നുകളും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നാൽ മിക്സിയിൽ ചതച്ചെടുക്കാൻ എളുപ്പമാണ്. സാധാരണ വീടുകളിലൊക്കെ എണ്ണ കാച്ചി എടുക്കുമ്പോൾ പച്ചമരുന്നുകളെല്ലാം കല്ലേ വെച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ ആ മിക്സിയിലെല്ലാം ചതച്ചെടുത്തിട്ട് നീര് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇനി ഈ നീരെല്ലാം കൂടെ ഞാൻ ഈ എണ്ണ കാച്ചുന്ന ആ പാത്രത്തിൽ തന്നെ വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കുകയാണ്. ആ വെള്ളമെല്ലാം ഒന്ന് കുറച്ച് പറ്റിച്ചെടുത്തതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിക്കുകയുള്ളൂ. ഇനി ഞാനിവിടെ 2 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കേരയുടെ വെളിച്ചെണ്ണയും 1 കിലോ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. പച്ചമരുന്നിൻ്റെ എല്ലാം നീര് പിഴിഞ്ഞെടുത്തില്ലേ, അത് അടുപ്പിൽ വെച്ച് കുറച്ച് പറ്റിച്ചതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം നഷ്ടമാവും. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉലുവായും ജീരകവും കരിഞ്ജീരകവും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ കാച്ചി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയമൊന്നും പോരാ, ഒരു 3-4 മണിക്കൂറത്തെ ജോലിയാണ്. അതുകൂടാതെ നല്ല ക്ഷമയും വേണം. ചെറിയ തീയിൽ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിനകത്തിലേക്ക് 2 വെറ്റില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കഫത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈ വെറ്റില നല്ലതാണ്. അതുകൂടാതെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നു. ഈ കുരുമുളക് പൊട്ടി വരുമ്പോഴാണ് എണ്ണ പാകമാകുന്നത്. ഇപ്പോൾ എണ്ണ ഏകദേശം ഒരു മൂപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ പതയൊക്കെ പറ്റി ഏകദേശം പാകമായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇട്ടിരുന്ന കുരുമുളക് എണ്ണ പാകമാകുമ്പോഴത്തേന് പൊട്ടുകയും ചെയ്യും. അതുകൂടാതെ നമുക്ക് എണ്ണ പാകമായോ എന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ആ പച്ചമരുന്നുകളില്ലേ, അതെല്ലാം ഇങ്ങനെ കിലുകില സൗണ്ട് കേൾക്കും. അതുപോലെ നമ്മൾ കുറച്ച് പച്ചമരുന്ന് എടുത്തൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഇങ്ങനെ ഒന്ന് തൊടുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും, നന്നായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യും. ആ ഒരു ടൈമിൽ നമ്മളത്
അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഒന്നുകൂടെ വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി, അതായത് കഴുകി ഉണക്കിയ കുപ്പിയിലെ വെള്ളമൊന്നും കാണരുത്, നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഈ എണ്ണ അരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കമൻ്റൊക്കെ ഇടാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.